മൈലാഞ്ചി നല്ലതാ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെസ് നമ്പർ 1 2 3 ഒരു ഹായ് പറയൂലിപ്പാ. ഹായ്ന്ന് എങ്ങടെ പോണേ? പപ്പടം കഴിഞ്ഞ അവിടെ പപ്പടം എടുക്കാം. വീട്ടിൽ പറയും ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ തലേദിവസമാണ്. നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് രാവിലത്തെ. ഉച്ചക്കത്തെ ഇല്ല, രാവിലത്തെ. അപ്പോൾ ഇനി ബാക്കി എന്താണ് നിക്കാഹ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഒക്കെ വഴി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തരും ഓരോ പണികളിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും കാണിച്ചു തരാം. ഓക്കേ. മൈലാഞ്ചിക്ക് ഇന്നലെ ഇട്ടിട്ടുണ്ട് ഗൈസ്. മൈലാഞ്ചിക്ക് നല്ലതാ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇവിടെ കിടണം. വഴി കാണിച്ചു തരാം. അപ്പോൾ ഇനി കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം പോകെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ബൈ. ചെസ് നമ്പർ 1 2 3 റിസ്ല മുഖം മൂടി ഞാൻ ശരിക്കും കാണിക്കൂ. ഒരു കഷ്ണം പുട്ടാവാം മനസ്സേ. ആമിയാണ് മെയിൻ എണ്ണക്കാരി. എന്താ വേണ്ടേ? കുഞ്ഞുമ പുട്ടിന്റെ പൈസ കൊടുക്കാൻ. അവിടെ വന്നിട്ട് ഒരു പണി എടുത്തു. കടലക്കറി ഒഴിക്കെളുപ്പായി. കടലക്കറി വലിയപ്പാ. എല്ലാരും ഒരു ഹായ് പറയൂലിപ്പാ. ഹായ്ന്ന് ഇരിക്കി കഴിച്ചിട്ടില്ല. ഇരിക്കൂലിപ്പാ. നമുക്ക് കലവറയിലേക്ക് പോയി നോക്കാം. മാ എന്താ പണി? എന്താ എളിയാ പുട്ട് വേഗം കഴിക്കി. തള്ളി മറക്കാനുള്ളതാ വൈകുന്നേരം വരെ. ഉമ്മ അവിടെ അടുക്കളയിലുണ്ട്. ഇപ്പൊ നമ്മളിതാ പുറത്ത് പോകാൻ നിൽക്കണേ. ഈ പെണ്ണിന് ചെരുപ്പ് കിട്ടിയിട്ടില്ല. കുഞ്ഞാത്താക്ക് ചെൻസിൽ എന്തൊക്കെ വാങ്ങണം പറഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി പോവാണ്. ഇപ്പൊ ഗൈസ് പ്ലാനിൽ ട്വിസ്റ്റ് ഉണ്ട്. പിള്ളേരൊക്കെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ മാത്രം പോയി ഗൈസ്. ഇൻട്രോയിൽ മാത്രം എല്ലാവരും. അങ്ങനെ നമ്മൾ ചെരുപ്പ് കട അന്വേഷിച്ച് പോവുകയാണ് ഗൈസ്. അളിയനെന്തൊരു കള്ളച്ചിരി. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ കട കണ്ടുപിടിച്ചു. എല്ലാരും പിന്നെ നല്ല കോലത്തില്ല. ഇനി ഇറങ്ങാൻ പറഞ്ഞ ഞങ്ങൾ അപ്പ ചാടി ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് ഇറങ്ങാറാകുമ്പോ മാത്രം ഇറങ്ങാൻ പറഞ്ഞാൽ മതി. ഇതാ നമ്മുടെ വണ്ടി പോലത്തെ സെയിം ഒന്ന്. എല്ലാരും ഇറങ്ങിക്കോ. ആയോ ഇനിയിപ്പോ മറ്റേ ഗ്രൂമിനെ ഇറക്കണോ? ഡോറൊക്കെ തുറന്ന് ഇറക്കണ. ഉദ്ഘാടനത്തിന് വരെ അളിയൻ. എവിടെ? ഏതിൻ്റെ ഉള്ള ചെരുപ്പ് എവിടെയാ അറിയോ കുഞ്ഞത്? ഇതിൻ്റെ ഉള്ളിലാ ചെരുപ്പ് കട. എന്താ എന്തൊരു പേര് പറഞ്ഞല്ലോ അവര്.
ഇതൊന്നും മേടിച്ചാലോ പോണവര് കളിക്കാൻ അറിയില്ല. ഇവിടെ ഉണ്ടാ കിട്ടിയാ വരെ ഒരു കുഴപ്പമുണ്ടായില്ലളിയോ. കണ്ടുപഴുത്ത് ചീഞ്ഞേക്ക് കിട്ടിയില്ലല്ലോ. ഇനി മെല്ലെ മൂവ് ചെയ്യാം. ഇവിടെ നിന്ന് കിട്ടിയില്ല ഗൈസ്. നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല. നമ്മൾ അടുത്ത കടയിലേക്ക് പോയാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് കിട്ടുമോ? സെറ്റ്. അങ്ങനെ ചെരുപ്പ് കിട്ടാൻ ചെരുപ്പ് അന്വേഷിച്ച് നടക്കാണ് ഗൈസ്. നമ്മൾ വണ്ടി കയറി. നല്ല വെയിലുണ്ട്. ഇത് അവരവിടെ എത്തിയിട്ട് അവരെത്തിക്ക് പോവാണ്. മറ്റേ പൗഡർ അതിവിടെ മരിക്കണ്ടാണ്. ചെരുപ്പല്ലാത്ത ബാക്കി എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി പോവാ നമുക്ക്. നമ്മൾ എന്ത് മേടിക്കാനാ വന്നത്? എനിക്കാ എന്നിട്ട് കിട്ടിയതോ? റിസലാനെ പറ്റിച്ചിട്ട് കല്യാണ പെണ്ണ് പോയി. എല്ലാരും ഉണ്ടല്ലേ? അങ്ങനെ നമ്മൾ ഈവനിങ് ടൈം ആയപ്പോൾ അത് നിക്കാഹിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. ഓഫ് വൈറ്റാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്താറായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരും എല്ലാവരും കൂടിയിട്ട് എന്താ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. നിന്നെ പ്രത്യേകിച്ച് വ്ളോഗിൽ പറയണം. എന്താ പറയണ്ടേ? അവളെ പറയണെന്ന് പ്രത്യേകിച്ച് ബുക്ക് ഇടാന്ന് പറഞ്ഞാ മതിയാ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പത്തേനും പിന്നെ നൈറ്റായി, ഇരുട്ടായി തുടങ്ങി. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി. പിന്നെ ചെക്കൻ വന്നു. അപ്പോൾ പിന്നെ അവരെ റിസീവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിക്കാഹാണ് കേട്ടോ. ഇനിയിപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞ് മഹറൊക്കെ നമ്മുടെ കയ്യിൽ തന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കസിൻസൊക്കെ കൂടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ നിക്കാഹും അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ കല്യാണപ്പെണ്ണും ചെക്കനും കൂടിയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഒപ്പനയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെറുതായിട്ട് എല്ലാവരും കൂടി ഒന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നിക്കാഹിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വീട്ടിലേക്ക് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ.